ചോദ്യങ്ങളെ ഭയക്കുന്നു എന്ന ചോദ്യങ്ങളെ ഭയക്കുന്നു എന്നതിന് തെളിവുകളാണ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മനസ്സിലാക്കുന്ന മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഭരണത്തിലേക്ക് വരുമ്പോൾ അത് വിസ്മരിക്കപ്പെടുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഒരു കസേരയിലേക്ക് എത്തുമ്പോഴേക്കും ആ നിലപാട് മാറുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം സുതാര്യത ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഈ മുഖ്യമന്ത്രി, ഈ സർക്കാർ എന്നതിനപ്പുറം മുഖ്യമന്ത്രി തന്നെ സുതാര്യത ഉറപ്പ് നൽകിക്കൊണ്ടാണ് പല കാര്യങ്ങളോടും മാധ്യമങ്ങളോട് ആദ്യഘട്ടത്തിൽ തന്നെ പ്രതികരിച്ചത്. അപ്പോൾ നമ്മൾ ആ ഒരു സുതാര്യത, പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ ഉള്ള വിശ്വാസം അദ്ദേഹം ഭരണത്തിലേക്ക് വരുമ്പോഴും പ്രതീക്ഷിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്തത്. കഴിഞ്ഞ സർക്കാരുമായി ബന്ധപ്പെട്ടും മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കടക്ക് പുറത്ത് എന്നുള്ള പിണറായി വിജയന്റെ ആ വാക്കുകൾ അത് തെരഞ്ഞെടുപ്പ് കാലത്ത് എപ്പോഴും ഇന്നത്തെ ഭരണപക്ഷം ഉന്നയിച്ചിരുന്ന വാദമാണ്, ഈ കടക്ക് പുറത്ത് വാദം. അതോടൊപ്പം തന്നെ മുണ്ടെടുത്ത മോദി എന്നുള്ള പ്രയോഗം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. മുണ്ടെടുത്ത മോദിയാണ് പിണറായി വിജയൻ എന്ന്. അപ്പോൾ ആ രൂപത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ അവഗണിച്ചുകൊണ്ട് അതിരൂക്ഷമായി പ്രതികരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെയൊക്കെ നിൽക്കുന്ന പിണറായി വിജയനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ആവർത്തിക്കാനല്ലല്ലോ മറ്റൊരു ഭരണകൂടത്തെ ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലുമപ്പുറം നീങ്ങുകയാണോ എന്ന് ആശങ്കപ്പെടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. റിപ്പോർട്ടർ ടിവിയുടെ 12 കാർഡുകൾ എന്ന് പറയുമ്പോൾ 12 അല്ല 13 ഞാൻ മനസ്സിലാവുന്നു. കാരണം ഇന്നലത്തെ എൻ്റെ ഡിബേറ്റിൻ്റെ അത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടാണ്. അമിത്ഷാ ഒളിച്ചിരിക്കുന്നു എന്ന ചോദ്യം, ആ കാർഡും റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 13 കാർഡുകളാണ് കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും. നേരത്തെ വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു 12 കാർഡുകൾ ഏതായിരുന്നു. അത് വി ഡി സതീശനുമായി ബന്ധപ്പെട്ട്, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പല നേതാക്കളായി, അത് ബിനോയ് വിശ്വമുണ്ട്, പി ജയരാജനുണ്ട്, പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് വന്നിരുന്ന വാർത്തകളുണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾ ഈ പറഞ്ഞ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമുണ്ട്. അത് മുഖ്യമന്ത്രി വിമർശിക്കുന്ന ചോദ്യങ്ങളാണ്. ആ കാർഡുകൾ ഒന്നടങ്കം റിമൂവ് ചെയ്യപ്പെടുന്നത് അതിലൊരു അസ്വാഭാവികതയുണ്ട്. ഇപ്പോൾ ഈ MDMA ബന്ധപ്പെട്ട വിഷയം, അത് പ്രതിപക്ഷമാണ് ആരോപിക്കുന്നത് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളാണെന്ന്. മുഖ്യമന്ത്രിക്ക് അങ്ങനെ സോഷ്യൽ മീഡിയ ടീമില്ല എന്ന് ആണ് ഔദ്യോഗികമായി അവർ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയില്ലെങ്കിൽ അനൗദ്യോഗികമായി ചെയ്യുന്ന ആളായിരിക്കാം. മുഖ്യമന്ത്രിയുടെ, നേരത്തെ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കും ഓഫീസിലേക്കും ഒക്കെ ഇയാൾ വരികയും ഫോട്ടോകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നേതാക്കൾക്കൊപ്പം ഫോട്ടോകൾ എടുക്കുന്ന ഒരുപാട് ക്രിമിനലുകളുണ്ട്. അതൊരു യാഥാർത്ഥ്യമായി അവിടെ നിൽക്കുന്നു. പക്ഷേ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വേണ്ടേ? ഇത് ഈ പറയുന്ന പഴയ മുഖ്യമന്ത്രി എല്ലാ ക്യാബിനറ്റ് യോഗത്തിനു ശേഷം മാധ്യമങ്ങളെ കാണാറില്ലല്ലോ എന്നൊരു വാദം ഉന്നയിക്കാം. പക്ഷേ ഇത് ക്യാബിനറ്റ് യോഗത്തിന് ശേഷം നൽകേണ്ട വിശദീകരണമാണോ? ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മാത്രം മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നതാണോ എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. കാരണം പ്രധാനപ്പെട്ട വിഷയങ്ങൾ, എത്ര ഗൗരവത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോഴും അതൊരു പ്രത്യേക ദിവസത്തിനായി മാറ്റിവെക്കുകയും അതിൽ തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ എന്ത് വ്യത്യാസമാണ് അവിടെ കാണുന്നതെന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പോൾ ഈ 12 കാർഡുകൾ സർക്കാരുമായി ബന്ധപ്പെട്ട, സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളായി, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളുമായി വന്നിരിക്കുന്ന കാർഡുകൾ നീക്കം ചെയ്യപ്പെടുന്നതിന് ഒരു പാറ്റേൺ ഉണ്ട്. അത് കൃത്യമായും ഉത്തരം നൽകേണ്ട കാര്യമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അനൗദ്യോഗികമായി ഞങ്ങൾ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഔദ്യോഗികമായി തന്നെ പ്രതികരിക്കേണ്ട വിഷയമല്ലേ? ആ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല എങ്കിൽ, അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന പ്രതികരണം ഔദ്യോഗികമായി തന്നെ നൽകേണ്ടതാണ്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകേണ്ടതാണ്. മുഖ്യമന്ത്രി തന്നെ അതിലോട് പ്രതികരിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കാത്തത്? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മാധ്യമപ്രവർത്തനം നടത്തുന്നതിനിടയിൽ അവർക്കെതിരെ കേസെടുത്ത വാർത്ത നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് SFIയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നൽകുമ്പോൾ അത് കേസെടുക്കുകയായിരുന്നു. അങ്ങനെ മാധ്യമപ്രവർത്തകർക്കിടയ്ക്ക് കേസെടുക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് വാർത്ത തന്നെ റിമൂവ് ചെയ്യപ്പെടുകയാണ്. അത് നിമിഷങ്ങൾക്കകം റിമൂവ് ചെയ്യപ്പെടുകയാണ്. അതിന് ഒരു പ്രതിവാദമായി ഇപ്പോൾ ഭരണപക്ഷത്ത് നിന്ന് വരുന്ന ഒരു വാദം, ഇത് കോൺഗ്രസിന്റെ വക്താവ് ഫേസ്ബുക്കിലിട്ടൊരു വാദമാണ്. ഇപ്പോൾ ഈ പറയുന്ന വിമർശനങ്ങൾ മാത്രമല്ലല്ലോ, ഇപ്പോൾ വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു കാർഡും, ന്യൂസ് മലയാളത്തിൻ്റെ ഒരു കാർഡും ഈ പറയുന്ന പോലെ റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന്. അങ്ങനെ റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അതായത് മുഖ്യമന്ത്രിയുടെ പടം കണ്ടാൽ ഉടൻ റിമൂവ് ചെയ്യപ്പെടുകയാണോ? അങ്ങനെ ഒരു സംശയം മുഖ്യമന്ത്രിയുടെ ഓഫീസിനില്ലേ? അപ്പോൾ അത് എന്താണെന്ന് പരിശോധിക്കേണ്ടേ? അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുമ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ നാളെയാണോ നൽകുക? നാളെയാണോ മുഹൂർത്തം ബുധനാഴ്ചത്തേക്ക്, വ്യാഴാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണോ എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. അപ്പുറത്ത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഇത്രയും ദിവസങ്ങൾ, നാളേക്ക് 24 ദിവസമാവുകയാണ്. അതായത് പാർലമെന്റ് ചേരുന്നു, അമിത്ഷാ സഭയിലെത്താത്ത ദിവസങ്ങൾ, അതായത് അദ്ദേഹത്തിന് വിശദമായി പ്രസംഗിക്കാനുള്ള അവസരം നൽകണം, അവിടെ മറ്റു ചോദ്യങ്ങൾ പാടില്ല, ബഹളം പാടില്ല എന്ന നിർദ്ദേശം പാർലമെന്ററി കാര്യമന്ത്രി പറയുകയാണ്. അവിടെ പാർലമെന്റിൽ കാര്യങ്ങൾ സുഗമമായി നടത്തേണ്ട പാർലമെന്ററി കാര്യമന്ത്രി പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തുകയാണ്. അവിടെ ഉയർന്നിരിക്കുന്ന ചോദ്യമുള്ളത് പെല്ലറ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ടാണ്. പെല്ലറ്റ് ആക്രമണം ആരുടെ നിർദ്ദേശപ്രകാരം എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ഉത്തരം നൽകിയിട്ടില്ല. ആ ചോദ്യത്തിന് ഉത്തരം നൽകാതെ വിശദമായ പ്രസംഗം കേൾക്കാൻ ഇവിടെ പ്രതിപക്ഷത്തിനും താല്പര്യമില്ല. അതാണ് അവിടെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി ഉന്നയിക്കുന്നത്. അതേ
പാർട്ടി ഇവിടെ എടുക്കുന്ന ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനത്തെടുക്കുന്ന നിലപാടും ചോദ്യം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അതിൽ കൃത്യമായ മറുപടി നൽകേണ്ടതുണ്ട്. ഈ തരത്തിൽ മെറ്റയ്ക്ക് എന്ത് തരം നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്? മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഇനി കാർഡുകളായി പോകരുത് എന്നാണോ? അങ്ങനെയെങ്കിൽ ഈ ഒരു വേഗം പല കാര്യങ്ങളിലും ഇല്ലായതാണ്. സമൂഹ മാധ്യമങ്ങളിൽ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന, മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിക്കുന്ന എത്രയധികം കണ്ടന്റുകളുണ്ട്. ആ കണ്ടന്റുകൾ റിമൂവ് ചെയ്യപ്പെടുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ടി.ജി. മോഹൻദാസ് മാത്രമല്ലല്ലോ, എത്രത്തോളം കണ്ടന്റുകളുണ്ട്. ആ കണ്ടന്റ് ഒന്ന് റിമൂവ് ചെയ്യപ്പെടാൻ എത്രത്തോളം ബുദ്ധിമുട്ടണം, നമ്മൾ എത്രത്തോളം നടപടിക്രമങ്ങളിലൂടെ കടന്നാലാണ് അത് റിമൂവ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ കാര്യങ്ങൾക്ക് വേഗം വയ്ക്കാൻ ചില പ്രത്യേക വാർത്തകളാകണം എന്നുള്ളതാണോ? അപ്പോൾ ഇവിടുത്തെ സ്ത്രീകളുടെ അഭിമാനം ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ, അത് ഗൗരവത്തിലുള്ള വിഷയമല്ലേ? അപ്പോൾ അത് രണ്ട് തരം നീതി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണോ? അപ്പോൾ മുഖ്യമന്ത്രി ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്തൊരു വ്യക്തി എന്നുള്ളതാണോ? ഇവിടെ പ്രധാനമന്ത്രിയും അമിത്ഷായും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണോ? അങ്ങനെയാണെങ്കിൽ അത് വ്യക്തമാക്കണം. എന്തുകൊണ്ട് ഈ കാർഡുകൾ നീക്കം ചെയ്യപ്പെടുന്നു എന്നുള്ളത് വ്യക്തമാക്കേണ്ടതാണ്. അത് ചില മാധ്യമങ്ങളുടെ മാത്രമായിട്ടുള്ള കാർഡുകളാണ് നീക്കം ചെയ്യപ്പെടുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആ മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടതില്ല എന്ന രൂപത്തിലാണോ ഈ നിലപാട് പറയുന്നത്? കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത് പ്രതിപക്ഷ നേതാവായിരിക്കെ മാധ്യമ സ്വാതന്ത്ര്യത്തെപ്പറ്റി അതിഘോരം പ്രസംഗിക്കുകയും പ്രതികരിക്കുകയും ചെയ്ത മുഖ്യമന്ത്രിയാണ് ഇന്ന് നമുക്കുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ആദ്യ വാർത്താ സമ്മേളനത്തിൽ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരങ്ങൾ നൽകുമെന്നും വിമർശനങ്ങൾ ആളുകളെ നന്നാക്കുമെന്നും പറയുന്ന, നന്നായി ധാരാളം വായിക്കുന്നു എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാത്തത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമായി അവിടെ നിൽക്കുന്നത്. അത് ഭയക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ആ ഭയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വീണ്ടും ആ ചോദ്യങ്ങൾ ഉയരുക തന്നെ ചെയ്യും. നാളത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം എന്തൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു എന്നുള്ളതാണ് ഉറ്റുനോക്കപ്പെടുന്നത്. അതിൽ ഈ പറയുന്ന ഈ MDMA കേസിലെ പ്രതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വീട്ടിലും എങ്ങനെ എത്തി എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്കും അദ്ദേഹം വിശദമായി മറുപടി നൽകുന്ന പ്രതീക്ഷിക്കാം. അതൊരു പ്രത്യേക ദിവസത്തിനായി, പ്രത്യേക മുഹൂർത്തത്തിനായി മാറ്റിവെക്കേണ്ട വിഷയമല്ല. ചോദ്യങ്ങൾ വരുമ്പോൾ അപ്പോൾ പറഞ്ഞു പോവുകയാണ് എപ്പോഴും നല്ലത്. ആ ചോദ്യങ്ങൾ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നിൽക്കുമെന്നുള്ളതാണ്. അത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഔദ്യോഗികമായ കാർഡുകൾ നീക്കം ചെയ്യപ്പെട്ടാലും അത് ഷെയർ ചെയ്യപ്പെട്ട് പലരായി അതിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അത് 1 നിന്ന് 100 എന്ന രൂപത്തിലേക്ക് അത് നീണ്ടുപോവുക തന്നെ ചെയ്യും. അതിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയാണ് യഥാർത്ഥ പരിഹാരം. അതിന് മടിക്കരുത്. ഈ പറഞ്ഞ ഉന്നയിക്കപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും നാളെ മറുപടി നൽകുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിൻ്റെ വിമർശനം അടക്കം നീക്കം ചെയ്യപ്പെടുന്നത് അതീവ ഗൗരവതരമായ സാഹചര്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. Meet the editors.